മാറി നോക്കുക കൂട്ടരേ, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി തട്ടിമുട്ടി ജീവിതം പാഴാക്കലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. വാനിയ, സുഖമാണോ? എനിക്ക് സുഖമാ. ആഗ്നസിനോ? എനിക്കും സുഖമാ. എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? കുറച്ചൊക്കെ പാടായിരുന്നു. ആഗ്നസിനോ? എനിക്ക് മലയാളം പാടായിരുന്നു. ഇവാനിയ, നമ്മളുടെ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഞാൻ പപ്പയുടെ കൂടെ ബാംഗ്ലൂരിലോട്ട് പോകണം എന്ന് ഓർത്താണ് ഇരിക്കുന്നത്. പപ്പ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്? അതെ. ആഗ്നസ് അവധിക്ക് എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ ടൂർ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും പോകണമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ഥലമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. എങ്കിൽ നമുക്ക് കളിമുറ്റം സ്റ്റാർട്ട് ചെയ്താലോ? ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പുള്ളിമാൻ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഇന്ന് കഥ കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? ഈ താറാവുകുട്ടിയുടെ പേരെന്താ? എവിടെ നിന്നാ വരുന്നേ? ജിറാഫിന്റെ പേരെന്താ? എവിടെ നിന്നാ വരുന്നേ? അങ്കമാലി. തത്തുമ്മയുടെയോ? ക്രിസ്റ്റീന. എവിടെ നിന്നാ വരുന്നേ? മഞ്ചാടിക്കാട്ടിൽ നിന്ന്. കീരിക്കുട്ടന്റെയോ? ജൂഡിറ്റ്. എവിടെ നിന്നാ വരുന്നേ? അങ്കമാലി കാട്ടിൽ നിന്നാണ്. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണോ? നമുക്കെന്നാൽ ഇന്ന് ആദ്യ മാതാപിതാക്കളെ പറ്റി കേട്ടാലോ? നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആരാ നിങ്ങൾക്കറിയാമോ? ആദവും ഹവ്വായും. അതെ, നമ്മുടെ ആദ്യ മാതാപിതാക്കളാണ് ആദവും ഹവ്വായും. അവർ ഈ ഭൂമിയിൽ വന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം അവരെ സൃഷ്ടിച്ചു. ദൈവം എങ്ങനെ അവരെ സൃഷ്ടിച്ചതെന്നറിയാമോ? ദൈവത്തിന്റെ രൂപത്തിൽ ഒരു മണ്ണ് ഉണ്ടാക്കി അതിൽ ശ്വാസം ഊതിയപ്പോൾ അവർക്ക് ജീവൻ വന്നു. അതെ, നമുക്ക് ഇന്ന് ആദ്യ മാതാപിതാക്കളുടെ കഥ കേൾക്കാം. ദൈവം ഈ ഭൂമിയിൽ കാണുന്ന എല്ലാത്തിനെയും സൃഷ്ടിച്ചു. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ഭൂമിയിലുള്ള മരങ്ങളും പക്ഷികളും മൃഗങ്ങളും മരങ്ങളും പുഴകളും എല്ലാം ഉണ്ടായി. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വെറുതെയല്ല. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്നതിനായി ദൈവം കളിമണ്ണ് കൊണ്ട് അവരുടെ രൂപമുണ്ടാക്കി. മനുഷ്യന് രൂപം മാത്രം പോരല്ലോ. അതിനായി ദൈവം തൻ്റെ ശ്വാസം അവരുടെ മൂക്കിലൂടെ ഊതിക്കൊടുത്തു. അങ്ങനെ അവർക്ക് ജീവൻ ലഭിച്ചു. ദൈവത്തിൻ്റെ ശ്വാസം മനുഷ്യൻ്റെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരുന്നു. ദൈവം അവരെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം അവർക്ക് പേര് നൽകി. ആ പേര് എന്താണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ? ആദവും ഹവ്വായും. ആദവും ഹവ്വായും. ദൈവം അതിനുശേഷം അവർക്ക് പാർക്കുന്നതിനായി മനോഹരമായ ഒരു തോട്ടവും നൽകി. ആ തോട്ടത്തിന്റെ പേരെന്താണെന്നറിയാമോ? ഏദൻ തോട്ടം. ഏദേൻ തോട്ടം. ഏദേൻ തോട്ടം കാണാൻ വളരെ മനോഹരമായിരുന്നു. അതിലെല്ലാം സുഭിക്ഷമായിരുന്നു. മഴവില്ലിന്റെ നിറമുള്ള പല നിറത്തിലുള്ള പൂക്കൾ, മുത്ത് തൂങ്ങിക്കിടക്കുന്നത് പോലെയുള്ള ഫലങ്ങൾ, പുഴകൾ, അരുവികൾ, മരങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ എല്ലാം ഏദേൻ തോട്ടത്തിൽ സുഭിക്ഷമായിരുന്നു. ദൈവം ഏദേൻ തോട്ടം ആദത്തിനും ഹവ്വായ്ക്കും നൽകുകയും ചെയ്തു. എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം ആദത്തോടും ഹവ്വായോടുമൊപ്പം കറങ്ങാൻ പോകുന്ന പതിവുണ്ടായിരുന്നു. അവർ ആ നടത്തത്തിൽ ഏദേൻ തോട്ടം ആസ്വദിച്ചിരുന്നു. വർത്തമാനം പറഞ്ഞും കളിച്ചും ചിരിച്ചും വൈകുന്നേരങ്ങളിൽ അവർ സമയം ചിലവഴിച്ചു. അങ്ങനെ ഒരു ദിവസം ദൈവം ഇവരുമായി നടക്കുവാനിറങ്ങിയ സമയത്ത് വലിയൊരു സീരിയസ് കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? ഏദൻ തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന്. ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഈ ഏദേൻ തോട്ടം നൽകുന്നു. എന്നാൽ ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വലിയ മരത്തിലെ ഫലം മാത്രം നിങ്ങൾ കഴിക്കരുത്. ആദത്തിനും ഹവ്വായ്ക്കും ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. പക്ഷെ അവർ വിചാരിച്ചു, ദൈവം ആദ്യമായിട്ടാണ് തങ്ങളോട് ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുന്നത്. എന്നാൽ അതനുസരിക്കാമെന്ന് അവരും കരുതി. ഒരു ദിവസം ഹവ്വ തനിയെ ഏദേൻ തോട്ടത്തിൽ സമയം ചിലവഴിക്കുകയായിരുന്നു.
അപ്പോൾ ഹൗവ നടന്ന് നടന്ന് ഒരു വലിയ മരത്തിന്റെ അടുത്തെത്തി. മരത്തിന്റെ അടുത്തെത്തിയ ഹവ്വ എന്താ ചെയ്തേ? അവിടെ എത്തിയപ്പോൾ ഹൗവയ്ക്ക് നല്ല മണം വന്നു. ഈ മണം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാൻ ഹൗവ ചുറ്റുപാട് നോക്കി. അപ്പോൾ ഹൗവ ആ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന നല്ല പഴുത്ത് ചുമന്ന പഴം കണ്ടു. അപ്പോൾ ഹൗവയ്ക്കൊരാഗ്രഹം, ഈ പഴം ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും, ഒന്ന് കഴിച്ചു നോക്കിയാലോ. അതിന്റെ ഭംഗി കണ്ടപ്പോൾ ഹൗവയ്ക്ക് അത് കഴിക്കണമെന്ന് വലിയ ആഗ്രഹമായി. അപ്പോൾ ആ മരത്തിലുള്ള ഒരു സർപ്പത്തെ ഹൗവ കണ്ടു. പാമ്പിനെ കണ്ട് ഹൗവ എന്താ ചെയ്തത്? ആ സർപ്പം ഹൗവയോട് ചോദിച്ചു, നിനക്ക് ഈ മരത്തിലെ പഴം ഭക്ഷിക്കുവാൻ വേണോ? ഈ പഴമാണ് ദൈവം എല്ലാ ദിവസവും ഇവിടെ വന്ന് കഴിക്കുന്നത്, ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹൗവയ്ക്ക് കൂടുതൽ ആഗ്രഹമായി ആ പഴം കഴിക്കുന്നതിനായിട്ട്. സർപ്പം ഒരു പഴം എടുത്ത് ഹൗവയ്ക്ക് കൊടുത്തു. ഹൗവ അത് രുചിച്ചു നോക്കി. ഹൗവയ്ക്ക് വളരെ ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഉടനെ തന്നെ ഹൗവ ആദത്തിനും ചെന്ന് ആ പഴത്തിന്റെ പകുതി കൊടുത്തു. കഴിച്ചോ? ആദവും ആ പഴം കഴിച്ചു. അപ്പോൾ ആദം ഹൗവയോട് ചോദിച്ചു, ഈ പഴം നമ്മൾ ഇതിനു മുൻപ് കഴിച്ചിട്ടില്ലല്ലോ, ഇതിന് നല്ല ടേസ്റ്റുമുണ്ട്, ഇത് എവിടെ നിന്നാണ് പറിച്ചത്? അപ്പോൾ ഹൗവ പറഞ്ഞു, ആ തോട്ടത്തിന്റെ ഈ ഭാഗത്തുള്ള മരത്തിൽ നിന്നും എനിക്ക് ഒരു സർപ്പം തന്നതാണ്. അപ്പോൾ ആദം ഹൗവയോട് ചോദിച്ചു, ഈ തോട്ടത്തിന്റെ നടുവിലുള്ള ആ വലിയ മരത്തിൽ നിന്നും എനിക്ക് സർപ്പം തന്നതാണ് ഈ പഴം, ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കഴിച്ചു. അപ്പോൾ ആദം ചോദിച്ചു, ഈ മരത്തിലെ ഫലം കഴിക്കരുതെന്നല്ലേ ദൈവം നമ്മളോട് പറഞ്ഞിരുന്നത്? അപ്പോൾ ഹൗവയും ഓർത്തു, അയ്യോ അത് ശരിയാണല്ലോ, നമ്മൾ ദൈവം പറഞ്ഞ് തെറ്റിച്ചല്ലോ എന്ന്. ഇരുവർക്കും പേടിയായി. വൈകുന്നേരം ദൈവത്തോടൊപ്പം നടക്കാനിറങ്ങുമ്പോൾ എങ്ങനെ ദൈവത്തിന് മുൻപിൽ ചെല്ലുമെന്ന് ഇരുവരും ഓർത്ത് കുറ്റപ്പെട്ടു. വൈകുന്നേര സമയമായി. ദൈവം പതിവ് പോലെ ഇരുവരോടുകൂടെ നടക്കുന്നതിനായി വന്നു. ദൈവത്തെ കണ്ടപ്പോൾ ആദവും ഹവ്വായും എന്താ ചെയ്തത്? പക്ഷേ ഇരുവർക്കും ദൈവത്തിന് മുൻപിൽ പോകുവാൻ പേടിയായിരുന്നു. എന്തുകൊണ്ടാ? അവർ പാപം ചെയ്തു അല്ലേ? ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം അവർ ചെയ്തു. അതുകൊണ്ട് അവർ ഒരു മരത്തിന്റെ പുറകിൽ പോയി ഒളിച്ചു നിന്നു. ദൈവം ഇവരെ കാണാത്തത് കൊണ്ട് ദൈവം വിളിച്ചു ചോദിച്ചു, ആദം, ഹൗവ, നിങ്ങൾ എവിടെയാണ്? അപ്പോൾ ആദം മറുപടി പറഞ്ഞു, ഞങ്ങൾ ഒരു മരത്തിന് പുറകിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ദൈവം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഒളിച്ചിരിക്കുന്നത്? ഞാൻ കഴിക്കരുത് എന്ന് പറഞ്ഞ പഴം നിങ്ങൾ കഴിച്ചോ? അപ്പോൾ ആദം പറഞ്ഞു, അങ്ങെനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ പഴം എനിക്ക് തന്നു, ഞാൻ അത് കഴിച്ചു. ഇതറിഞ്ഞ ദൈവം എന്താ പറഞ്ഞത്? അപ്പോൾ ദൈവം ഹൗവയോട് ചോദിച്ചു, നീ എന്തിനാണ് ആ പഴം കഴിച്ചത്? അപ്പോൾ ഹൗവ ദൈവത്തോട് മറുപടി പറഞ്ഞു, ആ മരത്തിലുണ്ടായിരുന്ന സർപ്പം എനിക്ക് ആ പഴം തന്നു, അപ്പോൾ ഞാനത് കഴിച്ചു. ദൈവം നേരെ സർപ്പത്തോട് ചോദിച്ചു. സർപ്പം ഒന്നും മിണ്ടിയില്ല. ഒന്നും സംസാരിക്കാതെ ദൈവത്തെ പോലും നോക്കാതെ ഭൂമിയിലേക്ക് കണ്ണും താഴ്ത്തിയിരുന്നു. ഇത് കണ്ടപ്പോൾ ദൈവത്തിന് ദേഷ്യമായി. അവർ താൻ പറഞ്ഞ ഒരു കാര്യം പോലും അനുസരിച്ചില്ലല്ലോ എന്നോർത്തപ്പോൾ ദൈവത്തിന് കോപം വന്നു. ദൈവം ഉടനെ സർപ്പത്തോട് പറഞ്ഞു, ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നീ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് നീയും മനുഷ്യകുലവും തമ്മിൽ എന്നും ശത്രുതയിലായിരിക്കും. നീ ഭൂമിയിൽ ഇന്നും ഇഴഞ്ഞു നടക്കും. കൂടാതെ മനുഷ്യന്റെ കാലുകളിൽ നീ പരിക്കേൽപ്പിക്കും. ഉടനെ തന്നെ ദൈവം ഹൗവയുടെ നേരെ തിരിഞ്ഞ് ഹൗവയോട് പറഞ്ഞു, നിന്റെ ഗർഭകാലഘട്ടം ഞാൻ കഠിനമാക്കും. നീ വേദനയോടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. പിന്നീട് ദൈവം ആദത്തോട് തിരിഞ്ഞു പറഞ്ഞു, ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നീ ചെയ്തതുകൊണ്ട് നീ ഭൂമിയിൽ എന്നും അധ്വാനിച്ച് ജീവിക്കേണ്ടി വരും. നിനക്ക് വേണ്ടുന്ന ഭക്ഷണം നീ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷിക്കേണ്ടി വരും. എന്നിട്ട് ആദവും ഹവ്വായും എന്താ ചെയ്തത്? ഇത് കേട്ടപ്പോൾ ആദത്തിനും ഹൗവയ്ക്കും വളരെ കുറ്റബോധവും സങ്കടവും തോന്നി. ദൈവത്തിന്റെ കോപം അല്പം ശമിച്ചപ്പോൾ ദൈവം സമാധാനത്തോടു കൂടി അവരോട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ ഏതേൻ തോട്ടത്തിന് പുറത്തായിരിക്കും താമസിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ആദവും ഹൗവയും ഏതേൻ തോട്ടത്തിൽ നിന്ന് പാപം ചെയ്ത് പുറത്താക്കപ്പെട്ടു. ഈ കഥ ഇഷ്ടമായോ? നിങ്ങൾക്ക് ഈ കഥയിൽ നിന്നും എന്താ മനസ്സിലായത്? ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ പാപം നമ്മൾ ചെയ്യരുത്. അതെ, നമ്മൾ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ പാപങ്ങൾ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല. ദൈവത്തോട് എന്നും സ്നേഹത്തോടെയും ഐക്യത്തോടെയും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്തു വേണം നാം എന്നും ജീവിക്കാൻ. ഇന്ന് പുള്ളിമാൻ പറഞ്ഞ കഥ നല്ല രസമുണ്ടായിരുന്നു അല്ലേ?
എനിക്കും ഇഷ്ടമായി അത്. നല്ല മെസ്സേജ് ആയിരുന്നല്ലേ പുള്ളിമാന്റെ കഥയ്ക്ക്. അതേ ബാനിയ, നല്ല രസമുണ്ടായിരുന്നു. എങ്കിൽ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. ഒരു ക്ലൂ ഉണ്ടോ? നമ്മളുടെ ബോഡിയിലുള്ള ഒരു പാട്ടാണ്. എനിക്കറിയില്ല. കൺപീലി. കൺപീലിയോ? ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാമോ ആഗ്നസ്? അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. തുഞ്ചാണി എന്ന് പറഞ്ഞ കൺപീലിനാണല്ലേ ഉദ്ദേശിച്ചത്? അതേ വാനിയ. എങ്കിൽ നമുക്ക് കളിമുറ്റത്തിലെ അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? മാലാഖേ. ഹായ് എന്നെ മോളെ. ഹായ് മാലാഖേ. എന്തുണ്ട് എന്റെ മോളെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു മാലാഖേ. മാലാഖ കഴിഞ്ഞ ദിവസം ഭാരതത്തിലെ ഗണിതശാസ്ത്രജ്ഞന്മാരെ പറ്റി പറഞ്ഞു തന്നായിരുന്നല്ലോ. അതെല്ലോ. പണ്ട് കേരളത്തിലും ഉണ്ടായിരിക്കുമല്ലോ ഗണിതശാസ്ത്രജ്ഞന്മാർ. അവരെക്കുറിച്ച് മാലാഖ എനിക്കിപ്പോ പറഞ്ഞു തരാമോ? അതിനെന്താ എന്നെ മോളെ. സംഗമ ഗ്രാമ മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, പുതുമന ചോമാതിരി എന്നിവരായിരുന്നു പ്രാചീന കേരളത്തിലെ ഗണിതശാസ്ത്രജ്ഞന്മാർ. ഇവരെന്തൊക്കെയാ മാലാഖയെ കണ്ടുപിടിച്ചത്? കേരളത്തിലെ ഗണിതശാസ്ത്രജ്ഞന്മാരിൽ പ്രമുഖനായിരുന്നു പുതുമന ചോമാതിരി. കരണപദ്ധതി എന്ന സംസ്കൃത ഗ്രന്ഥം രചിച്ചത് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പുതുമന ചോമാതിരിയാ. താളിയോലകളിൽ മാത്രം എഴുതിയതുകൊണ്ട് ചോമാതിരിയുടെ കരണപദ്ധതി ജ്യോതിഷ ഗ്രന്ഥം മാത്രമായി പോയി. അനന്ത ശ്രേണികളുടെ നിർവചനവും പയ്യുടെ കൃത്യമായ മൂല്യം കാണുന്ന വിധവുമെല്ലാം ചോമാതിരിയുടെ കരണപദ്ധതിയിലുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാരായിരുന്ന ന്യൂട്ടൻ, ലിബ്നിസ് എന്നിവരുടെ പേരിലാണ് കലനശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ അറിയപ്പെടുന്നത്. എന്നാൽ 17-ാം നൂറ്റാണ്ടിൽ രചിച്ച കരണപദ്ധതിയിൽ കലനത്തിന്റെ പല അടിസ്ഥാന തത്വങ്ങളും ഉപയോഗിച്ചിരുന്നു. ചോമാതിരി തൃശൂരിലെ പുതുമന ഇല്ലത്ത് 1660 ജനിച്ചത്. പഞ്ചബോധം, ന്യായഗണിതം, ജാതകാദേശമാർഗം തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ ചോമാതിരിയുടേതായിട്ടുണ്ട്. സംഗമഗ്രാമ മാധവൻ ഏതൊക്കെ ഗ്രന്ഥങ്ങളാ മാലാഖയെ രചിച്ചിട്ടുള്ളത്? 74 ശ്ലോകങ്ങളുള്ള വേണുവാരോഹം സംഗമഗ്രാമ മാധവൻ എഴുതിയത് AD 1400. കാൽക്കുലസ് എന്ന പ്രശസ്തമായ ഗണിതശാസ്ത്ര ശാഖ ന്യൂട്ടനേക്കാൾ 200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംഗമഗ്രാമ മാധവൻ കണ്ടെത്തിയിരുന്നു. ഗോളഗണിതത്തിൽ പ്രഗത്ഭനായിരുന്ന മാധവൻ പിൽക്കാലത്ത് ഗോളവിദ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പയ്യുടെ മൂല്യം 10 ദശാംശ സ്ഥാനം വരെ കൃത്യമായി കണ്ടെത്താൻ മാധവന് കഴിഞ്ഞിരുന്നു അന്നമോളെ. അദ്ദേഹത്തിന്റെ വീട് കേരളത്തിൽ എവിടെയായിരുന്നു മാലാഖേ? സംഗമഗ്രാമം ഇന്നത്തെ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലായിരുന്നു. AD 1340 മാധവൻ ജനിച്ചത്. അപ്പൊ വടശ്ശേരി പരമേശ്വരനോ? AD 1360 പാലക്കാട് ജില്ലയിലെ വടശ്ശേരി ഇല്ലത്താണ് വടശ്ശേരി പരമേശ്വരൻ ജനിച്ചത്. സംഗമഗ്രാമ മാധവന്റെ പ്രധാന ശിഷ്യനായിരുന്നു വടശ്ശേരി പരമേശ്വരൻ. ദൃഗ്ഗണിതം എന്ന ഗണിത പദ്ധതിയാണ് പരമേശ്വരന്റെ മഹത്തായ സംഭാവന. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാ മാലാഖേ? ദൃഗ്ഗണിതം, ഗോളദീപിക, ഗ്രഹണാഷ്ടകം, ചന്ദ്രഛായ ഗണിതം തുടങ്ങി 30-ലധികം ഗ്രന്ഥങ്ങളും വ്യാഖ്യാനങ്ങളും പരമേശ്വരന്റേതായിട്ടുണ്ട്. ആര്യഭടീയം, മഹാഭാസ്കരീയം, സൂര്യസിദ്ധാന്തം, ലീലാവതി എന്ന പ്രധാന കൃതികൾക്കെഴുതിയ പരമേശ്വരന്റെ വ്യാഖ്യാനങ്ങൾ ശ്രദ്ധേയങ്ങളാട്ടോ. നീണ്ട 55 വർഷത്തെ നിരീക്ഷണങ്ങളാണ് ഗ്രഹങ്ങളുടെ സ്ഥാനം കൃത്യമായി നിർവചിക്കാനും ഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പരമേശ്വരനെ സഹായിച്ചത്. അങ്ങനെയാണ് പരമേശ്വരൻ ദൃഗ്ഗണിതത്തിന്റെ രചന പൂർത്തിയാക്കിയത്. എന്റെ അമ്മോ. പരഹിതം എന്ന ജ്യോതിശാസ്ത്ര പഠനത്തിലെ കണക്കുകൂട്ടൽ സമ്പ്രദായത്തിന്റെ പോരായ്മകൾ പരിഹരിക്കാനായി 1430 പരമേശ്വരൻ ദൃക് സമ്പ്രദായം രൂപീകരിക്കുകയുണ്ടായി. അത് കൊള്ളാമല്ലോ. ഇങ്ങനെ കേരളത്തിലെ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര ചരിത്രത്തിലെ അമൂല്യ രത്നങ്ങളായി വരരുചി, ഹരിദത്തൻ എന്നിവരും കൂടി ഉണ്ട് അന്നമോളെ. അവരെ കുറിച്ചൊക്കെ മറ്റൊരിക്കൽ ഈ മാലാഖ അന്നമോൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ശരി മാലാഖേ. എന്നാ അന്നമോൾ മമ്മി വിളിക്കുന്നതിന് മുമ്പ് വേഗം വീട്ടിലേക്ക് പോയിക്കോട്ടോ. ബൈ മാലാഖേ. ബൈ അന്നമോളെ. കൂട്ടുകാരെ, അന്നമോൾക്ക് എന്തൊരു സംശയമായിരുന്നു അല്ലേ? അതെ, ഈ അന്നമോൾക്ക് എപ്പോഴും സംശയമാ. പക്ഷെ അന്നമോളുടെ സംശയം കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലേ വാനിയ? അത് ശരിയാ ആഗ്നസ് പറഞ്ഞത്. എങ്കിൽ ഞാൻ ആഗ്നസിനോട് ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ.
തിന്നാൻ പറ്റുന്ന നിറം. നിറം തിന്നാൻ പറ്റുമോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓറഞ്ച് ആണോ? ആ, ശരിയാണ് ആഗ്നസ് പറഞ്ഞത്. ഓറഞ്ച് നമുക്ക് കഴിക്കാനും പറ്റില്ലേ? ആ, നമുക്ക് കഴിക്കാൻ പറ്റും. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം കുട്ടികൾക്കുള്ള ബൈബിൾ കഥകൾ എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ജോർജ് ഇമ്മട്ടിയാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് H&C ബുക്സ് പബ്ലിക്കേഷൻസ് ആണ്. വിശ്വാസ സാഹിത്യത്തിൽ ഏറ്റവും പ്രചാരമുള്ള കൃതിയായ ബൈബിൾ എല്ലാ കുട്ടികളും വായിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ അതിൻ്റെ വലുപ്പവും അവതരണ രീതിയുടെ പ്രത്യേകതയും മൂലം കുട്ടികൾക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. അവർക്കു വേണ്ടി ആ ലോകോത്തര കൃതിയിലെ പുതിയ നിയമഭാഗത്തെ 80 കൊച്ചുകഥകളായി കുട്ടികളുടെ കഥാകാരനായ ഇമ്മട്ടി മാസ്റ്റർ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. മേരിയുടെ മുന്നിൽ ഒരു മാലാഖ, ഔസേപ്പിന്റെ സ്വപ്നം, യേശു ആശാരിപ്പണിയിൽ, ദേവാലയത്തിലൊരു വിപ്ലവകാരി, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, 12 ശിഷ്യന്മാർ, കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു, നല്ല സമരിയക്കാരന്റെ കഥ, 10 കന്യകമാർ, അവസാന അത്താഴം, കുള്ളനായ സക്കേവൂസ് എന്നിങ്ങനെ 80ഓളം കൊച്ചുകഥകളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. കഥകൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമാണല്ലോ. ക്രിസ്തു പറഞ്ഞ 20ഓളം കഥകൾ ഈ പുസ്തകത്തിലുണ്ട്. ധൂർത്തപുത്രന്റെ കഥയും നല്ല സമരിയക്കാരന്റെ കഥയും 10 കന്യകകളുടെ കഥയുമെല്ലാം കുട്ടികൾക്ക് എന്താനന്ദം കൊടുക്കുമെന്നോ. മാത്രമല്ല, അവ വായിക്കുന്ന കുട്ടി അവനറിയാതെ മിതവ്യയം, ദയ, വിവേകം തുടങ്ങിയ നിരവധി ഗുണങ്ങളുടെ ഉടമയാവുകയും ചെയ്യും. അതിനാൽ കുഞ്ഞുങ്ങളുടെ സന്തോഷവും സ്വഭാവ സംസ്കരണവും ലക്ഷ്യമാക്കുന്ന സജ്ജനങ്ങൾ ഈ കഥാസമാഹാരം അവർക്ക് സമ്മാനിക്കട്ടെ. സുവിശേഷകരായ മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിവർ എഴുതിയ സരസമായ സംഭവങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലോക ക്ലാസിക്കായ ബൈബിളിന്റെ ഒരു സംഗ്രഹം കൂടിയാണിതെന്ന് പറയാം. ഈ പുസ്തകത്തിലെ ഒരു കഥയാണ് യേശു ആശാരിപ്പണിയിൽ എന്നുള്ളത്. നിഷ്കളങ്കരായ ആയിരക്കണക്കിന് ആൺകുട്ടികളെ കൊന്നൊടുക്കിയ ദുഷ്ടനായ ഹെറോദോസ് പിന്നെ അധികകാലം ജീവിച്ചില്ല. അയാൾ വേഗം മരിച്ചു. ഔസേപ്പിന് വീണ്ടും സ്വപ്നത്തിൽ മാലാഖ പ്രത്യക്ഷനായി. മാലാഖ പറഞ്ഞതനുസരിച്ച് ഔസേപ്പും മറിയവും യേശുവിനെയും കൂട്ടി നാട്ടിൽ തിരിച്ചെത്തി. നസ്രത്തിലെത്തിയ ഔസേപ്പ് ആശാരിപ്പണി തുടർന്നു. അദ്ദേഹം മരമറുക്കുന്നതും ചിന്തേരിട്ട് മിനുസമാക്കുന്നതും പെട്ടികളും കൽപ്പലകകളും ഉണ്ടാക്കുന്നതുമെല്ലാം ബാലനായ യേശു നോക്കി മനസ്സിലാക്കി. അവൻ തൻ്റെ പിതാവിനെ സഹായിച്ചു. നസ്രത്തിലെ ഏറ്റവും നല്ല മരപ്പണിക്കാർ അവരായിരുന്നു. യേശു മാതാവിനെയും പിതാവിനെയും നല്ല പോലെ സഹായിച്ച് കഴിഞ്ഞുകൂടി. ആശാരിപ്പണി കഴിഞ്ഞാൽ അവൻ കുന്നിൻ ചെരുവിൽ ചെന്ന് ദൈവത്തെ സ്തുതിക്കുക പതിവായിരുന്നു. അവനെ എല്ലാവരും നല്ലവനെന്നും ജ്ഞാനിയെന്നും പ്രശംസിച്ചു. ഇങ്ങനെ ബൈബിളിലെ കഥകൾ വളരെ രസകരമായ രീതിയിലാണ് ഇമ്മട്ടി മാസ്റ്റർ ഈ പുസ്തകത്തിൽ രചിച്ചിരിക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ പുസ്തകം ഇഷ്ടമായോ? എങ്കിൽ നിങ്ങൾ എല്ലാവരും പേരൻസിനോട് പറഞ്ഞ് ഈ പുസ്തകം വാങ്ങി വായിക്കണേ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? യോഹന്നാൻ 1:1, മത്തായി 3:3, ലൂക്ക 1:37, ലൂക്ക 2:52, മത്തായി 16:19, സങ്കീർത്തനം 57:2, സഫാനിയ 3:17, ഏഷ്യ 49:15, ഏഷ്യ 41:10,
ജോബ് 28:28. കത്തൻ പത്താനാണ്ടിലാണ് വിവേകം. യോഹന്നാൻ 4:16. 1 യോഹന്നാൻ 4:16. ആ സങ്കീർത്തനം 34:5. അവിടുത്തെ നോക്കിയവർ എന്നേലും പ്രകാശമായിരിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങൾ ഈ ആഴ്ചയിലെ വാർത്തയിലെ താരത്തെ പരിചയപ്പെട്ടില്ലേ? വാർത്തയിലെ താരത്തെയൊക്കെ പരിചയപ്പെട്ടു. പക്ഷെ എനിക്ക് കഥ കേൾക്കാൻ കൊതി തോന്നുക. നമുക്കൊരു കഥ കേട്ടാലോ? അതിനെന്താ ആഗ്നസ്, നമുക്ക് കളിയരങ്ങ് വെക്കാം. കൂട്ടുകാരെ, നമുക്ക് കളിയരങ്ങ് കണ്ടിട്ട് വന്നാലോ? ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച്, നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരെ കുറിച്ച് നമ്മെ മനസ്സിലാക്കുന്ന ഒരു കഥ കേട്ടാലോ? കഥയുടെ പേര് ശാപവും വരവും. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവ കഥയാണിത്. ഇംഗ്ലണ്ടിൽ ക്ലാർക്ക് എന്നൊരാളും അദ്ദേഹത്തിൻ്റെ 9 മക്കളും താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ നേരത്തെ മരിച്ചു പോയിരുന്നു. കൊച്ചു കൊച്ചു ജോലികൾ ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവർ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. ക്ലാർക്കിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു, അമേരിക്കയിലേക്ക് കുടിയേറുക. അവിടെയാണെങ്കിൽ തനിക്കും തൻ്റെ മൂത്ത മക്കൾക്കും നല്ല ജോലികൾ തരപ്പെടും. അങ്ങനെ കുറച്ചുകൂടി നന്നായി ജീവിക്കാൻ കഴിയും. പക്ഷേ അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കപ്പൽ മാർഗം വേണം യാത്ര ചെയ്യാൻ. അതിന് തനിക്കും തൻ്റെ മക്കൾക്കും കൂടി നല്ലൊരു തുക ചെലവാകും. ക്ലാർക്ക് അതിനായി രാപ്പകൽ അധ്വാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ആവശ്യമായ പണം ലഭിക്കുകയും ചെയ്തു. പക്ഷേ അതിനിടയിൽ തൻ്റെ ഇളയ മകനെ ഒരു തെരുവ് നായ കടിച്ചു. തെരുവ് നായ കടിച്ചാൽ പേയോ പ്ലേഗോ മറ്റോ പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് 2 ആഴ്ചത്തേക്ക് എങ്ങോട്ടും പോകരുത് എന്ന് ഭരണാധികാരികൾ ചട്ടം കെട്ടി. താൻ സമ്പാദിച്ച മുഴുവൻ പണവും അദ്ദേഹം മകൻ്റെ ചികിത്സയ്ക്കായി ചിലവഴിക്കേണ്ടി വന്നു. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ. താനും മക്കളും പോകാനിരുന്ന കപ്പൽ അമേരിക്കയിലേക്ക് പോകുന്നത് കണ്ട് ക്ലാർക്ക് വിങ്ങിപ്പൊട്ടി. അതുകൂടാതെ തൻ്റെ മകനെ അദ്ദേഹം ശകാരിക്കുകയും ചെയ്തു. അവൻ കാരണമാണല്ലോ തൻ്റെ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ തകർന്നത്. മകനെ മാത്രമല്ല, ദൈവത്തെയും ക്ലാർക്ക് ശപിച്ചു. ക്ലാർക്കിൻ്റെ കുടുംബത്തിനോടും ക്ലാർക്കിനോടും ഒട്ടും ദയ കാണിച്ചിരുന്നില്ല. അടുത്ത ദിവസം ക്ലാർക്ക് പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് നടുങ്ങി. താനും കുടുംബവും പോകാനിരുന്ന കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നടുവിൽ മുങ്ങിപ്പോയിരുന്നു. പത്രവാർത്തയിൽ അദ്ദേഹം ആ കപ്പലിൻ്റെ പേര് വായിച്ചു, ടൈറ്റാനിക്. അദ്ദേഹം ഒന്ന് നെടുവീർപ്പിട്ടു. മരിച്ചുപോയവരെ കുറിച്ച് ഓർത്ത് അദ്ദേഹം സങ്കടപ്പെട്ടു. എന്നാൽ ഒരാശ്വാസവും തോന്നി. തൻ്റെ മകനെ തെരുവുനായ കടിച്ചതും യാത്ര മുടങ്ങിയതുമൊക്കെ ദൈവം അവരെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതായിരുന്നു എന്ന് ക്ലാർക്കിന് മനസ്സിലായി. ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മളുടെ കൊച്ചു കൂട്ടുകാരി പറഞ്ഞ കഥ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു ആ കഥ കേൾക്കാൻ. എനിക്ക് ഇഷ്ടമായി കഥ. കൂട്ടുകാരെ, നിങ്ങൾക്കും ഇഷ്ടമായോ കളിയരങ്ങ്? എങ്കിൽ നമുക്കൊരു ഗെയിം കളിച്ചാലോ? നമുക്ക് കളിക്കാം. എങ്കിൽ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെയും കൂട്ടി നമ്മുടെ വീട് ഒരു തിരുക്കുടുംബമാക്കി മാറ്റിയാലോ? അതെ, അവരെ നന്നായിട്ട് സ്നേഹിച്ച് അവരോട് കൂട്ടുകൂടി വേണം നമ്മളുടെ വീട് ഒരു തിരുക്കുടുംബമാക്കാൻ. എങ്കിൽ നമുക്ക് ഗെയിം കളിക്കാൻ പോകാം മാഗ്നസ്. ഓക്കെ വാനിയ. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം മാഗ്നസ്. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എങ്കിൽ നമുക്ക് സ്നേഹത്തിൽ ഒരു തിരുക്കുടുംബം ഉണ്ടാക്കിയെടുക്കാം.
കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ സ്നേഹത്തിൽ ഒരു തിരുക്കുടുംബം ഉണ്ടാക്കിയെടുത്തു. ഇതുപോലെ നിങ്ങളുടെ വീടും നിങ്ങൾ തിരുക്കുടുംബമാക്കി മാറ്റണേ. കൂട്ടുകാരെ, ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന കൂട്ടുകാരെ, നമുക്കൊന്ന് വിഷ് ചെയ്താലോ? ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൂട്ടുകാരെ, ഹാപ്പി ബർത്ത്ഡേ. എങ്കിൽ കൂട്ടുകാരെ, ഈ ആഴ്ച നമുക്ക് പടങ്ങൾ വരച്ച് അയച്ചു തന്നിരിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്ക് പടങ്ങൾ വരയ്ക്കാൻ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരാം. ഒപ്പം കളിമുറ്റത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം. അതിനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, നിങ്ങൾക്ക് കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായോ? ഞങ്ങൾ കളിച്ച ഗെയിം നിങ്ങളും കളിച്ചു നോക്കണേ. എങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാൻ കൂട്ടുകാരെ. ബൈ.